ഉണ്ടായ ഒരു ധാരണ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു പോയത് അങ്ങനെ അസൽ നായരാണ് എന്ന് ഞാൻ പിന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ യോഗത്തിൽ വിളിച്ചതെന്നും പറഞ്ഞു. പിന്നീടുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. അല്ല, അതിനകത്ത് ഒരുപാട് ഹിന്റുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? അത് ഒരു ഹിന്റുണ്ട്. അതുകൊണ്ട് അത് അവർ മുതലാക്കുന്നു. അത് ഇലക്ഷൻ്റെ ഒരു ഭാഗമല്ല. ഇലക്ഷൻ്റെ വേറൊരു ഭാഗമല്ല. അവർ നിൽക്കുന്ന എന്താ, രാജ്യത്തെ സേവിക്കാനല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇന്നാർക്ക് കൊടുക്കരുത് ഞങ്ങൾ പറയത്തില്ല. അവരുടെ അനുഭവത്തിൽ ഈ മൂന്ന് മുന്നണികളാണ് ഇവിടെ ഉണ്ടെങ്കിൽ ആ മൂന്ന് മുന്നണികളുടെ പ്രവർത്തനം, ഈ മൂന്ന് മുന്നണികളാണ് ഇവിടെ ഉള്ളെങ്കിൽ ഈ മൂന്ന് മുന്നണികളുടെ പ്രവർത്തനത്തിൽ അവർക്ക് തൃപ്തി തോന്നുന്ന ആളുകൾക്ക് ആളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. അതിനകത്ത് ഒരു വിരോധമില്ല. അതിനകത്ത് ജാതിയില്ല, മതമില്ല, യാതൊന്നുമില്ല. ആയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ വിലയിരുത്താമല്ലോ. ഇപ്പോൾ NSS ഈ വക കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല. കാരണം NSSനെ ഇവിടുത്തെ കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഭരണകൂടങ്ങൾ NSSനെ ഒരു പ്രത്യേക ചേരിതിരിഞ്ഞ ഭാവത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഞങ്ങൾ മുന്നോക്കക്കാരായി പോയി എന്നുള്ളതാണ് അതിന് കാരണം. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ മതി, ഞങ്ങളെല്ലാം നേടിക്കോളും എന്നുള്ളൊരു വിചാരമാണ് ഗവൺമെൻറ്റുകൾക്കുള്ളത്. ഞങ്ങളത് അങ്ങനല്ല, ഞങ്ങളെ കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഇതിൽപ്പെട്ട പട്ടിണി പാവങ്ങളുണ്ട്. അവർക്കും ന്യായം ചെയ്യണം. അവരുടെ എണ്ണമല്ല നോക്കേണ്ടത്, മനുഷ്യത്വമാണ് നോക്കേണ്ടത്, സാമൂഹ്യ നീതിയാണ് നോക്കേണ്ടതെന്ന് ഗവൺമെൻറ്റുകൾക്ക് ബോധ്യപ്പെട്ട് ചെയ്യണം. അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഈ രണ്ട് ഗവൺമെൻറ്റുകളും എങ്ങനെ ഇനി ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നു അത് അനുസരിച്ചിരിക്കും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാട്. ഈ തെരഞ്ഞെടുപ്പിലൊന്നും എന്താ അത് ഇലക്ഷനുമായിട്ട് ബന്ധിക്കണ്ടല്ലോ. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കാര്യമല്ലേ. അത് വിശ്വാസത്തിന് കൂടെ നിന്നവർക്ക് ചിലപ്പോൾ വോട്ട് കൊടുക്കും, ചിലപ്പോഴല്ല വിശ്വാസികൾ വോട്ട് കൊടുക്കും. അതുപോലെയൊക്കെ ഏതാണ് പഴുതെന്ന് നോക്കി ഗവൺമെൻറ് പ്രവർത്തിക്കണം. അല്ലാതെ കണ്ണും അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ജയിക്കണം എന്ന് വിചാരിച്ച് എന്ത് അധർമ്മത്തിനും കൂട്ടു നിൽക്കുകയാണെങ്കിൽ അത് ശരിയല്ല. ധർമ്മം കൂടെ അതിനകത്ത് നോക്കണം എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരോടൊരു വിരോധമില്ല. ഓരോ വ്യക്തിയും അവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുന്നതിന് ഒരു വിരോധമില്ല. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നങ്ങളിന്മേലുള്ള നിലപാടുകൾ അനുസരിച്ച് അത് അവർക്ക് കിട്ടും. സംശയമൊന്നുമില്ല. അതിനാണല്ലോ അവർ പ്രവർത്തനം നടത്തുന്നത്.